അസ്സലാമു അലൈക്കും. കുറേയേറെ ഔഷധ ഗുണങ്ങളുള്ള വെള്ള എള്ള് കൊണ്ടുണ്ടാക്കുന്ന എള്ളുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഈ എള്ളുണ്ടയിലേക്ക് എടുക്കുന്ന എല്ലാ ഐറ്റംസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് വെള്ള എള്ളാണ്, 1.5 കപ്പ്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ വെള്ള കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക്, ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറണം. തീ കൂട്ടി വെക്കരുത് കേട്ടോ, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എള്ള് 4 വിധമുണ്ട്. അതിലേറ്റവും ഔഷധ ഗുണം കൂടിയത് കറുപ്പെള്ളിന് തന്നെയാണ് കേട്ടോ. ദാ ഇത്രയും കളർ മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇത് ചൂടാറുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, പരത്തി കൊടുക്കുക. ഇനി ആ പാനിൽ തന്നെ 1 കപ്പ് നിലക്കടല, പീനട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പീനട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയുടെ നിറം ഒന്ന് മാറി വരും. തന്നെയുമല്ല, കടല വറുത്ത് നല്ലൊരു മണം ഉണ്ടല്ലോ, ആ മണം വരികയും ചെയ്യും. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പീനട്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, പരത്തി കൊടുക്കുക. ഇനി ഈ എള്ളുണ്ടയിലേക്ക് എടുക്കുന്ന മറ്റൊരു ഐറ്റംസ് ആണ് പൊരിയവിലാണ്. ഇത് കേട്ടോ, ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ, പെട്ടെന്നാവും. 1.5 കപ്പ് പൊരിയവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പൊരിയവിലിന് പകരം സദാവിലും എടുക്കാം. ഇത് ചൂടാറുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടാണ്. പീനട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ കാഷ്യൂനട്ട് ചേർക്കണമെന്നില്ല, അത് ഉള്ളത് കൊണ്ട് എടുത്തു, അത്രമാത്രം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കായിട്ട് ആവശ്യമുള്ള മറ്റൊന്നാണ് തേങ്ങ. തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കളറ് മാറൊന്നും വേണ്ട. ഇതിലെ പാലിനെ ഒന്ന് വറ്റിച്ചെടുക്കുക, വളരെ കുറഞ്ഞ രീതിയിൽ, അത്ര മതി. 1.5 പച്ചത്തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 തേങ്ങ എടുക്കണം കേട്ടോ. കാരണം ഇത് കൂട്ടിക്കുഴക്കുമ്പോൾ ശരിയായ രീതിയിൽ ഉരുണ്ട് വരണമെങ്കിൽ തേങ്ങയുടെ പാലിന്റെ അംശം വേണം. അതാണ് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കരുത് എന്ന് പറയുന്നത്. കുറച്ചേറെ ദിവസങ്ങളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പച്ചത്തേങ്ങ ഇതിലേക്ക് കൂട്ടാനും പറ്റില്ല. കാരണം എള്ളുണ്ട ചീത്തയാകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് തേങ്ങ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ എത്ര ദിവസം വെച്ചാലും ഇതിനൊരു കുഴപ്പം വരില്ല. ഇനി ഇതൊക്കെ മാറ്റി വെക്കുക. ആദ്യം റോസ്റ്റ് ചെയ്തെടുത്തതൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വല്ലാതെ അരഞ്ഞു പോകരുത്, വല്ലാതെ പൊടിഞ്ഞു പോകരുത്. ക്രഷ് ചെയ്തെടുക്കുക. ഇത് വലിയൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കുക. ഇനി പീനട്ട് പൊടിച്ചെടുക്കാം. ഇതും ആ വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ശേഷം അവില് പൊടിച്ചെടുക്കാം. അതും പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. പിന്നീട് കാഷ്യൂനട്ടാണ്. അതൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം പൊടിച്ചെടുക്കേണ്ട ഒന്നാണ് തേങ്ങ. തേങ്ങ പൊടിച്ചെടുക്കുകയല്ല കേട്ടോ, അതും പൾസ് ചെയ്തെടുത്താൽ മതി. തേങ്ങയിൽ വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഇത് ഉരലിലിട്ട് നല്ല പോലെ ഇടിച്ചെടുക്കുകയാണ്. ആ സ്വാദ് ഇതിന് കിട്ടൂല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കണമില്ല, ഒന്നുമില്ല. കുറെ അംഗസംഖ്യയുള്ള വീട്ടിലാണെങ്കിൽ ഇതധികം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി വേണ്ടത് ശർക്കരയാണ്. 3 അച്ച് ശർക്കര. ഇത് ഏകദേശം പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഉണ്ടാവും. ഈ 1 കപ്പ് ശർക്കര ഈ പറഞ്ഞ അളവിലേക്ക് പാകമാണ്. ശർക്കര പൊടിന്റെ കണക്കാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ശർക്കര പൊടിയല്ല, ശർക്കരയെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ശർക്കര ഓരോന്നായി മാറ്റി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ ഇതുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് നല്ലപോലെ കുത്തി കൊടുക്കുക. ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ അപ്പോൾ നല്ല പോലെ തന്നെ പൊടിഞ്ഞു കിട്ടും. ഇതുപോലെ ആയി മാറും. ഇനി ഈ ശർക്കരയിലേക്ക് തേങ്ങ പൊടിച്ചു വെച്ചല്ലോ അതിന്റെ പകുതി ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. പൾസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കുക. നല്ല പോലെ തന്നെ കൈ വെച്ച് കുഴച്ചെടുക്കുക. നല്ല പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് നല്ല പോലെ കുഴച്ചെടുക്കുമ്പോഴാണ് ശർക്കര എല്ലാ ഭാഗത്തേക്കും എത്തുന്നത്. ഒരുവിധം സെറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്കായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. അത് വെള്ളത്തിൻ്റെ നനവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒട്ടുമില്ല എങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ശർക്കരയും തേങ്ങയും പൊടികളും എല്ലാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ എള്ളുണ്ട. പക്ഷേങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും.
ഇങ്ങനെ എള്ളുണ്ട ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്കുള്ള ചായക്കടി കൂടിയാണ് കേട്ടോ ഇത്. വൈകുന്നേരം കുടിക്കുന്ന ആ ചായ ഉണ്ടല്ലോ, ആ ചായന്റെ കൂടെ ഒരു എള്ളുണ്ടയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായില്ലേ. എള്ള് രസായന ഔഷധമായതിനാൽ യൗവന നിലനിർത്താനും ശരീരകാന്തി വർദ്ധിപ്പിക്കുന്നതിനും നിത്യവും എള്ള് കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത് പഴമക്കാർ കേട്ടോ. അങ്ങനെ എള്ളുണ്ടയുടെ പണി പൂർത്തിയായി. ഈ എള്ളുണ്ടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.